രൗദ്രം. രചന കാശിനാഥൻ. അവതരണം മിത്രവിന്ദ. നിന്റെ തന്തയും ജാനകിയും ചേർന്ന് ഈ രുദ്രനോട് കാശ് വാങ്ങിയിട്ട് നൈസായിട്ട് എന്നെ കളിപ്പിച്ചല്ലേടി. വണ്ടി മുന്നോട്ട് പോയപ്പോൾ രുദ്രൻ അരികിലിരുന്ന ദക്ഷയെ നോക്കി അലറി. എന്നിട്ട് ആ കാശും കൊണ്ട് അയാൾ പ്ലോട്ട് വാങ്ങിയെന്ന്. ജാനകി അവൾക്ക് ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ നാടും വിട്ടു. കൊള്ളാം, നല്ല ഐഡിയ. അതും ഈ രുദ്രൻ്റെ അടുത്ത്. എന്നെ ശരിക്കും അറിയില്ല അവർക്ക്. ആ, സാരമില്ല, അറിയിച്ചു കൊടുക്കാം ഞാൻ. വിശ്വനാഥൻ്റെ പൊന്നുമോളല്ലേ എനിക്ക് കിട്ടിയിരിക്കുന്നത്. രുദ്രൻ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞെങ്കിലും ദക്ഷ മറുപടിയൊന്നും പറയാതെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ഫോൺ ശബ്ദിച്ചതും രുദ്രൻ അതെടുത്തു നോക്കി. ലക്ഷ്മിയമ്മയാണ്. ഹലോ അമ്മേ. മോനെ, നിങ്ങൾ എവിടെത്തി? എന്താണ് അമ്മ വിളിച്ച കാര്യം പറയേ. ഗൃഹപ്രവേശത്തിനുള്ള ടൈമായി. 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ എത്തുമോ? അതിന് ഞങ്ങളുടെ ജാതകം നോക്കിയിട്ടാണോ ഈ വിവാഹം നടത്തിയത്? അവൻ്റെ ചോദ്യം കേട്ടതും മറുഭാഗം നിശബ്ദമായി. നാളും ജ്യോത്സ്യവും പണിക്കരും മുഹൂർത്തവും ഒന്നുമില്ലാതെയല്ലേ ഇവളെ ഞാൻ വിവാഹം കഴിച്ചത്. അപ്പോൾ ഗൃഹപ്രവേശത്തിൻ്റെ ടൈം അങ്ങ് കഴിഞ്ഞോട്ടെ, അതൊന്നും രുദ്രനെ ബാധിക്കില്ല. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ആർക്കും അറിയില്ലല്ലോ. നീ പെട്ടെന്ന് വരാൻ നോക്കുമോനെ. എന്തിന്? ഇവളെ നേരവും കാലവും നോക്കി അകത്തേക്ക് വലതുകാലം വെച്ച് സ്വീകരിച്ചിരുത്തുന്നത് കെട്ടിലമ്മയായിട്ട് വാഴിക്കുവാനാണോ? രുദ്ര മോനെ, നമ്മുടെ വീട്ടിലെ ഒരു വേലക്കാരി, അതുമാത്രമാണിവൾ. രുദ്രൻ അവളെ നോക്കി പുച്ഛിച്ചു. അപ്പോഴേക്കും ഒരു വലിയ വീടിൻ്റെ ഗേറ്റ് കടന്ന് രുദ്രൻ്റെ വാഹനം ഇരമ്പി നിന്നു. കുറേ ആളുകൾ മുറ്റത്തും അവിടെ ഇവിടെയൊക്കെയായി നിൽക്കുന്നത് ദക്ഷ കണ്ടു. അവൾക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാൻ പോലും ഭയമായി. ഏതോ 1-2 കുട്ടികൾ വന്നിട്ട് കാറിൻ്റെ ഡോർ തുറന്നു. ഇറങ്ങി വാ ചേച്ചി, അവർ വിളിക്കുന്ന കേട്ടുകൊണ്ട് ദക്ഷ സാവധാനം ഇറങ്ങി. അപ്പോഴേക്കും മറുവശത്തു നിന്നും രുദ്രനും അവളുടെ അടുത്തേക്ക് വന്നു. ലക്ഷ്മിയമ്മയും മറ്റേതോ പ്രായമായ സ്ത്രീകളും ഒക്കെ ചേർന്ന് നിലവിളക്കും താലവും ഒക്കെയായി അവരുടെ അരികിലേക്ക് വന്നു. സമയം കഴിയാറായി, വേഗം ആവട്ടെ. പത്മിനി വല്യമ്മ ധൃതി വയ്ക്കുന്നുണ്ട്. കിണ്ടിയിൽ നിന്നും വെള്ളം പകർന്നുകൊണ്ട് ആരൊക്കെയോ അവളുടെ കാല് കഴുകി കൊടുത്തു. അതുപോലെ രുദ്രൻ്റെയും. ലക്ഷ്മിയമ്മ അവളുടെ നേർക്ക് നിലവിളക്ക് നീട്ടി. വിറയ്ക്കുകയാണ് ദക്ഷയെ. ഇത് വാങ്ങു കുട്ടിയെ, എന്തിനാണിങ്ങനെ നോക്കി നിൽക്കുന്നത്? ലക്ഷ്മി ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ ദക്ഷ വേഗം വിളക്ക് വാങ്ങി പിടിച്ചു. എന്നിട്ട് അകത്തേക്ക് പ്രവേശിച്ചു. പൂജാമുറിയിൽ എത്തും മുന്നേ രുദ്രൻ അവളുടെ കാലിലൊന്ന് ചവിട്ടിയതും ദക്ഷ വീഴാൻ തുടങ്ങി. നിലവിളക്ക് വലിയൊരു ശബ്ദത്തോടെ നിലത്തേക്ക് ആഞ്ഞു പതിച്ചു. നാരായണ, ഇത് വല്ലാത്ത കഷ്ടായല്ലോ. പിന്നിൽ നിന്നും മുറുമുറുപ്പുകൾ ഉയർന്നു വന്നു. കുനിഞ്ഞു നിന്നുകൊണ്ട് നിലവിളക്കെടുക്കുകയാണ് ദക്ഷ. അതെടുത്തുയർന്നു വന്നതും രുദ്രൻ്റെ വലം കൈ അവളുടെ കവളിൽ ആഞ്ഞു പതിച്ചു. സൂക്ഷിച്ചു നടക്കാൻ നിനക്കറിയില്ലായിരുന്നല്ലേടി, അപശകുനം. അവൻ ഉറക്കെ ഗർജിച്ചതും കൂടി നിന്നവർ പോലും ഒന്ന് വല്ലാണ്ടായി. രുദ്ര, നീ എന്താ ചെയ്തത്? ലക്ഷ്മി വന്നിട്ട് മകനെ നോക്കി വഴക്കു പറഞ്ഞു. പിന്നല്ലാതെ, ഇവൾക്ക് ഈ വിളക്ക് കൊണ്ടുവന്ന് പൂജാമുറി വയ്ക്കാൻ പോലും പറ്റില്ലെങ്കിൽ പിന്നെ? ആ, സാരമില്ല മോനെ, പോട്ടെ. അങ്ങനെ അണഞ്ഞു പോയ നിലവിളക്കായിരുന്നു അവൾ പൂജാമുറിയിൽ വെച്ചത്. കവിൾത്തടം വല്ലാണ്ട് പുകയും പോലെ ദക്ഷയ്ക്ക് തോന്നി. അത്രയ്ക്ക് ഊക്കോട് കൂടിയുള്ള അടിയായിരുന്നു അവർ കൊടുത്തത്. പാവം, കണ്ണൊക്കെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്നു. എന്നാലും കരയാനും പേടി. ലക്ഷ്മി, ദേവകി കുഞ്ഞമ്മയുടെ കൊച്ചുമകൻ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന പെൺകുട്ടിയും ആദ്യമായി ഗൃഹപ്രവേശം നടത്തിയപ്പോൾ തലകറങ്ങി വീണുപോയത് നീ ഓർക്കുന്നുണ്ടോ? ഇത്തിരി പ്രായം ചെന്ന ഒരു കാരണവർ ലക്ഷ്മിയമ്മയോട് ചോദിക്കുന്നത് ദക്ഷ കേട്ടു. ഉണ്ട് ചെറിയമ്മാമേ. 3 മാസത്തിനുള്ളിൽ പട്ടടയിൽ വെച്ചതാ ആ കുട്ടിയെ. അയാൾ പറയുന്ന കേട്ടതും ദക്ഷയിൽ ആശ്വാസം നിഴലിച്ചു. അങ്ങനെ എന്തെങ്കിലും നടന്നാൽ മതിയെന്ന് അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. മോനെ രുദ്ര, നാളെ തന്നെ 2 ആളും ചേർന്ന് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഒന്ന് പോണം. ഈ കുട്ടിയുടെ പേരിൽ ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തിയാൽ ഏറെ നന്ന്. ആ, അവനൊന്ന് മോളി.
ദക്ഷ വരൂ, മധുരം വെപ്പ് ചടങ്ങ് നടത്തണം. ലക്ഷ്മിയമ്മ വിളിച്ചതും അവൾ അവരുടെ പിന്നാലെ പോയി. രുദ്രൻ, നീ എന്തിനാണ് മോനെ ആ കുട്ടിയെ അടിച്ചത്? കഷ്ടായി പോയിട്ടോ. അവൾക്ക് സ്ലിപ്പായതുകൊണ്ടാവും അവൾ വീണുപോയത്. പത്മിനി വല്യമ്മ അവനെ വഴക്കു പറഞ്ഞതും അവനതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ നടന്നു നീങ്ങി. പാൽപ്പായസം, അതും രുദ്രൻ്റെ പ്രിയമേറിയത്, അമ്മ കൊണ്ടുവന്നിട്ട് അവന് കൊടുത്തപ്പോൾ രുദ്രൻ ദേഷ്യത്തിൽ അമ്മയെ നോക്കി. ചടങ്ങുണ്ട്, വെറുതെ ആളുകളെ കൊണ്ട് അതുമിതും പറയിപ്പിക്കല്ലേ പ്ലീസ് മോനെ. ലക്ഷ്മി ശബ്ദം താഴ്ത്തി പറഞ്ഞു. ആരൊക്കെയോ വന്നിട്ട് ഇരുവർക്കും മധുരം കൊടുത്തു. ഒടുവിൽ അവൻ കൈയെടുത്ത് വിലക്കി. മതി. അവൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് സ്റ്റെപ്പ് കയറി തൻ്റെ മുറിയിലേക്ക് പോയി. ഈ കുട്ടിയെ കൂടി കൂട്ടിക്കൊണ്ട് പോയേ രുദ്ര, ഇങ്ങനൊരു ചെക്കൻ. പത്മിനി വല്യമ്മ വഴക്ക് പറഞ്ഞപ്പോൾ അവനൊന്ന് തിരിഞ്ഞു നോക്കി. ചെല്ലുകുട്ടി, റൂമിലേക്ക് ചെന്ന് ഈ വേഷമൊക്കെ മാറ്റ്. ലക്ഷ്മി പറഞ്ഞതും പേടിയോടെ പാവം ദക്ഷ അവൻ്റെ പിന്നാലെ കയറിപ്പോയി. ഒരു വലിയ മുറിയിലേക്ക് അവൻ കയറി. പിന്നാലെ പാവം ദക്ഷയും. രുദ്രൻ അവളെ നോക്കി. അവൻ്റെ മിഴികളിൽ അവളോടും ആ കുടുംബത്തോടുമുള്ള പക ആളിക്കത്തി. രുദ്രൻ്റെ 5 വിരലുകളും ദക്ഷയുടെ കവളിൽ പതിഞ്ഞിട്ടുണ്ട്. പേടിച്ച് വിറച്ചു നിൽക്കുന്ന ദക്ഷയെ കണ്ടതും ഒറ്റ കുതിപ്പിന് രുദ്രൻ അവളുടെ അരികിലേക്കെത്തി. ദക്ഷയുടെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ച് അകത്തേക്ക് കയറ്റിയ ശേഷം അവൻ വാതിലടച്ച് കുറ്റിയിട്ടു. നടുങ്ങി വിറച്ച് നിൽക്കുകയാണവൾ. എന്താടി, നിനക്കെന്നെ പേടിയാണോ? രുദ്രൻ അടിമുടി നോക്കിയ ശേഷം ദക്ഷയുടെ അടുത്തേക്ക് ഇത്തിരി കൂടി നീങ്ങി നിന്നു. എൻ്റെ അച്ഛൻ എങ്ങനെങ്കിലും ജാനകിയെ കണ്ടുപിടിക്കും. അവൾ വന്നാൽ ഞാൻ പൊയ്ക്കോളാം. അതുവരെ ഇവിടെ തുടരാൻ അനുവദിക്കണം പ്ലീസ്. ദക്ഷ അവൻ്റെ നേർക്ക് കൈകൂപ്പി തൊഴുതു. രുദ്രന് പിന്നെയും കലി കയറി. എൻ്റെ നേർക്ക് ശബ്ദമുയർത്തിയാൽ അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു. ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോയവളെ എനിക്കിനി വേണ്ട. ആ എച്ചിൽ കഴിക്കേണ്ട ആവശ്യം തേവർമഠത്തിൽ രുദ്രനാരായണൻ ഇല്ലടി പുല്ലേ. ആ വിട്ട്, എനിക്ക് വേദനിക്കുന്നു. ദക്ഷയ്ക്ക് അവൻ്റെ പിടുത്തം അസഹനീയമായിരുന്നു. നീ വേദനിക്കും, നിന്റെ ജീവിതം മുഴുവനും നീ വേദനിക്കും. ഇതൊന്നും ആയിട്ടില്ലടി. അവൻ അവളെ ആഞ്ഞു തള്ളിയപ്പോൾ ദക്ഷ പിന്നിലേക്ക് വീഴാൻ തുടങ്ങി. ചവിട്ടി തുള്ളിക്കൊണ്ട് അകത്തേക്ക് കയറി പോകുകയാണ് രുദ്രൻ. അതവൻ്റെ ഡ്രസ്സിംഗ് റൂമായിരുന്നു. ചെന്ന പാടെ ഇട്ടിരുന്ന വേഷമൊക്കെ വലിച്ചൂരി അവൻ എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് എന്തൊക്കെയോ എറിഞ്ഞുടച്ച് കളയുന്നുണ്ട്. ദക്ഷ അനങ്ങാതെ നിൽക്കുകയാണ്. കുറച്ചു കഴിഞ്ഞതും വാതിലിൽ ആരോ ഒന്ന് കൊട്ടി. ദക്ഷ നോക്കിയപ്പോൾ രുദ്രൻ വരുന്നുണ്ട്. വന്നിട്ടവൻ ഡോർ തുറന്നു. ലക്ഷ്മി അകത്തേക്ക് കയറി. ഇതുവരെയായിട്ടും ഡ്രസ്സ് മാറിയില്ലേ? ഇതെന്തോ കണ്ടുകൊണ്ട് നിൽക്കുവാ നീ? അവർ വഴക്ക് പറഞ്ഞതും ദക്ഷ കുറച്ചു മുന്നേ രുദ്രൻ പോയ മുറിയിലേക്ക് പോയി. മോനെ, നീ ദയവ് ഇത് ഇന്ന് ബഹളം കൂട്ടി ആളുകളെ കൊണ്ട് അതും പറയിപ്പിക്കല്ലേ. എല്ലാവരും ഒന്ന് പിരിഞ്ഞു പോയിട്ട് എന്താണെന്ന് വെച്ചാൽ അയക്കുമോ? ലക്ഷ്മി അവൻ്റെ തോളി പിടിച്ചു. അമ്മ ഇറങ്ങി പോകാൻ നോക്ക്, എനിക്കൊന്നും കേൾക്കണ്ട. അവൻ താല്പര്യമില്ലാത്ത മട്ടിൽ മുഖം തിരിച്ചു. നീ വരുന്നില്ലേ? എല്ലാവരും താഴെ ഇരിക്കുന്നുണ്ട്. അവിടെ ഇരിക്കട്ടെ, അമ്മ അങ്ങോട്ട് ചെന്നാൽ മതി. രുദ്ര, ചെല്ല. അവനവരെ വീണ്ടും നോക്കി. പിന്നീട് ഒന്നും പറയാതെ കൊണ്ട് ലക്ഷ്മി ഇറങ്ങിപ്പോയി. വാതിലടയുന്ന ശബ്ദം കേട്ടതും ദക്ഷയ്ക്ക് നെഞ്ചിടിപ്പ് ഉയർന്നു വന്നു. അവൻ വന്നു നോക്കിയപ്പോൾ മുടിയിലെ മുല്ലപ്പൂവ് അഴിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണവൾ. രുദ്രൻ അടുത്തേക്ക് വരുന്തോറും ദക്ഷയെ പിന്നെയും വിറകൊണ്ടു. അവൻ വന്നിട്ട് അലമാര തുറന്ന് ഒരു കുർത്ത വലിച്ചെടുത്തു. ഒപ്പം ഒരു മുണ്ടുമെടുത്തിട്ട് വാഷ്റൂമിലേക്ക് പോയി. കുളിക്കാനാണെന്ന് നമുക്ക് തോന്നി. ഇറങ്ങി വരും മുന്നേ പെട്ടെന്ന് തൻ്റെ വേഷമൊക്കെ അഴിച്ചു മാറ്റണം. അവൾ വേഗത്തിൽ ഒന്നൊന്നായി അഴിച്ചു. ആഭരണങ്ങളൊക്കെ അഴിച്ചു മാറ്റി. ശേഷം സാരി കുത്തിവെച്ചിരുന്ന സേഫ്റ്റി പിന്നുകൾ ഒന്നൊന്നായി മാറ്റി. അവസാനം തോളിൽ കുത്തിയ പിന്നഴിച്ചു. സാരി ചുമലിൽ നിന്നും വേർപെട്ട് താഴെ കൂർന്നിറങ്ങി. രുദ്രൻ വാതി തുറക്കുന്ന ശബ്ദം കേട്ടു. പെട്ടെന്നെല്ലാം വാരി പൊതിച്ചുകൊണ്ട് അവൾ നിന്നു. അവൻ അടുത്തേക്ക് വരുന്തോറും അവൾക്ക് പേടിയായി. കണ്ണാടിയുടെ മുൻപിൽ നിന്ന് രുദ്രൻ മുടിയൊക്കെ ചീകി വൃത്തിയാക്കി.
എന്നിട്ട് തിരിഞ്ഞിറങ്ങിപ്പോയി. ദക്ഷയ്ക്ക് ശ്വാസം നേരെ വീണു. വേഗം തന്നെ അവൾ വേഷമൊക്കെ മാറ്റിയിട്ട് അലമാര തുറന്നു. ജാനകിക്ക് വാങ്ങിക്കൂട്ടിയ തുണികളാണെന്ന് തോന്നുന്നു. അടുക്കിനും ചിട്ടയ്ക്കും ഇരിക്കുന്നു. അതിൽ നിന്നും ഒരു ചുരിദാർ എടുത്തു. എന്നിട്ട് വാഷ്റൂമിലേക്ക് ഓടിപ്പോയി. പളപളാന്ന് മിന്നുന്ന നിലവും ചുവരും അത് നോക്കി ഇത്തിരി നേരം നിന്നു. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ കുളിച്ചു. തോർത്താൻ നോക്കിയപ്പോൾ ഒരു ടവൽ ഹാങ് ചെയ്തത് കണ്ടു. അതെടുത്ത് തോർത്തി ചുറ്റിക്കെട്ടി വെച്ചുകൊണ്ട് ഇറങ്ങി വന്നു. ലക്ഷ്മിയമ്മയും രുദ്രനും റൂമിലുണ്ട്. കണ്ടതും പേടിയായി. നീ കുളിച്ചോ ദക്ഷ? ലക്ഷ്മി ചോദിച്ചു. ഉവ്വ്, അവൾ സാവധാനം പറഞ്ഞു. അവരൊന്നു മൂളി. ജാനകിക്കായി വാങ്ങിയ ആഭരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവൾ ലക്ഷ്മിയെ ഏൽപ്പിച്ചു. എന്താ? ലക്ഷ്മി അവളെ നോക്കി. ഇത് ജാനകിയുടേത്. ആ, അവരത് തിരിച്ചു മേടിച്ചു. നിനക്ക് കമ്മലില്ലല്ലോ, ഈ ജിമുക്കി എടുത്തോളൂ, ലക്ഷ്മി പറഞ്ഞു. വേണ്ട. അതെന്താ? വേണ്ടാഞ്ഞിട്ടാ. അപ്പം കാതിലൊന്നും ഇടാതെയാണോ നീ ഇതിൽ നടക്കുന്നത്? 1-2 കാപ്പുവളകളും ജിമുക്കി കമ്മലും 2-3 മോതിരവും ലക്ഷ്മി ദക്ഷയ്ക്ക് കൊടുത്തു. ഇതിട്ടോളൂ, അവർ പറഞ്ഞപ്പോൾ ദക്ഷ തിരിച്ചു മേടിച്ചു. പോയി മുടിയൊക്കെ അഴിച്ചു തോർത്ത് എന്നിട്ട് താഴേക്ക് വാ, ലക്ഷ്മി പറഞ്ഞപ്പോൾ ദക്ഷ തിരിഞ്ഞു പോയി. അടിക്കേണ്ടിയിരുന്നില്ല മോനെ, കഷ്ടായിപ്പോയി. അവൾ നടന്നു നീങ്ങിയതും ലക്ഷ്മി അവനെ നോക്കി പറഞ്ഞു. അടിക്കുമല്ല, കൊല്ലുമായിരുന്നു വേണ്ടത്, എല്ലാത്തിനെയും കൂടെ. അവൻ മുരണ്ടു. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ.